Welcome back to Vidyanagar online class. Through this video, we are discussing first 8 questions of exercise 15.1. Exercise 15.1. First question. Complete the following statements. The first sub question. Probability of an event E plus probability of the event not E. അപ്പോൾ ഇന്റെ പ്രോബിലിറ്റിയും നോട്ട് ഇന്റെ പ്രോബിലിറ്റിൻ്റെയും കൂടെ സമ്മ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇയും പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇനെ എങ്ങനെ എഴുതുക? പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ്, അതിന്റെ സം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ദ ഈവന്റ് നോട്ട് ഇ ഈക്വൽ ടു എത്രയാണ്? 1. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The probability of an event that cannot happen. അപ്പോൾ നടക്കാത്ത ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഈസ് 0. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ദാറ്റ് cannot happen ഈസ് 0. സച്ച് ഈവന്റ് ഈസ് കോൾഡ്, എന്തായാലും അതിന്റെ ടേം ഇംപോസിബിൾ ഈവന്റ്. ഇംപോസിബിൾ ഈവന്റ്. ഓക്കെ. And third question, the probability of an event that is certain to happen. എന്തായാലും നടക്കുന്ന ഉറപ്പുള്ള ഒരു കാര്യത്തിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. മിനിമം വാല്യൂ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 1 ആയിരിക്കും. ഇമ്പോസിബിൾ ആയതിന്റെ പ്രോബിലിറ്റി ആണ് 0, ഷുവർ ആയതിന്റെ വാല്യൂ ആണ് എന്ത്? 1. സച്ച് ഈവന്റ് ആൻ ഈവന്റ് ഈസ് കോൾഡ് ഷുവർ ഈവന്റ്. ഷുവർ ഈവന്റ്. ഓക്കെ. Next question, the sum of the probabilities of all the elementary event of the experiment. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോസിബിൾ ആയ എല്ലാ ഔട്ട്കംസിൻ്റെയും പ്രോബബിലിറ്റിൻ്റെ സമ്മ് എന്താണ്? 1 ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി പല ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. പോസിബിൾ ആയ എല്ലാ ഔട്ട്കംസിൻ്റെയും പ്രോബിലിറ്റിൻ്റെ സമ്മ് അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? 1 ആയിരിക്കും. Then fifth one, the probability of an event greater than or equal to. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിന് മിനിമം വാല്യൂ എത്രയാണ്? മിനിമം 0 ആയിരിക്കും അല്ലേ. ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മാക്സിമം എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? പ്രോബിലിറ്റി ഓഫ് എനി ഈവന്റ് പി ഓഫ് ഇ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് പ്രോബിലിറ്റിന്റെ മിനിമം വാല്യൂ എത്രയാണ്? 0, മാക്സിമം വാല്യൂ എത്രയാണ്? 1. അതായത് പ്രോബിലിറ്റിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒന്നെങ്കിൽ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള നമ്പർ, അല്ലെങ്കിൽ 0 or 1. മിനിമം വാല്യൂ 0, അതായത് ഇമ്പോസിബിൾ ഈവന്റ്, മാക്സിമം വാല്യൂ 1 ഷുവർ ഈവന്റ്. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള നമ്പർ ആയിരിക്കും പ്രോബിലിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പെരിമെന്റ്സ് ഹാവ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്? എക്സ്പ്ലെയിൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A driver attempts to start a car. The car start or does not start. നമ്മളൊരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ആവാനും അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യല്? അല്ലല്ലോ. ജനറലി എന്തായിരിക്കും? അത് സ്റ്റാർട്ട് ആകും. എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യുക? സ്റ്റാർട്ട് ആവാതിരിക്കുക. സോ ദ ഔട്ട്കം ഈസ് നോട്ട് ഈക്വലി ലൈക്ലി. നോട്ട് ഈക്വലി ലൈക്ലി. ജനറലി ഏതൊരു വെഹിക്കിൾ എന്തായിരിക്കും? നോർമലി സ്റ്റാർട്ട് ആകും. എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ റയർ കേസിൽ മാത്രമേ എന്താവുള്ളൂ? സ്റ്റാർട്ട് ആവാതിരിക്കുള്ളൂ. സോ നോട്ട് ഈക്വലി ലൈക്ലി. അപ്പോൾ രണ്ടിനും ഒരേ പോസിബിലിറ്റി ആകുമ്പോഴാണ് എന്ത്? ഈക്വലി ലൈക്ലി. രണ്ടും സെയിം പോസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ്? നോട്ട് ഈക്വലി ലൈക്ലി. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെഡോ ടെയിലോ എന്താവും സംഭവിക്കാം? ഹെഡിന് കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ ടെയിലിന് കൂടുതൽ ചാൻസോ ഇല്ല, രണ്ടിനും ഒരേ ചാൻസ് ആണ്. സോ അങ്ങനത്തെ എക്സ്പെരിമെന്റ് അതാണെന്ത്? ഈക്വലി ലൈക്ലി. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ആവുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാതിരിക്കുക ഈക്വലി ലൈക്ലി അല്ല. ജനറലി കാർ സ്റ്റാർട്ട് ആവാനാണ് ചാൻസ് കൂടുതൽ. സോ ഈ ഒരു എക്സ്പെരിമെന്റ് എന്താണ്? നോട്ട് ഈക്വലി ലൈക്ലി. ഈ ഒരു ഔട്ട്കം എന്താണ്? നോട്ട് ഈക്വലി ലൈക്ലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പ്ലെയർ അറ്റംപ്റ്റ്സ് ടു ഷൂട്ട് എ ബാസ്കറ്റ് ബോൾ. ഷീ ഓർ ഹീ ഷൂട്ട് ഓർ മിസ്സസ് ദ ഷൂട്ട്. അപ്പോൾ ഒരു പ്ലെയർ ആണെങ്കിൽ, ഒരു അത്യാവശ്യം ട്രെയിൻഡ് പ്ലെയർ ആണെങ്കിൽ അവിടെ എന്താണ്? ഷൂട്ട് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതലും. അപ്പോൾ ഷൂട്ട് നമ്മൾ രണ്ടിനും ഒരേ പോസിബിലിറ്റി ആയിട്ടല്ലേ കണക്കാക്കുക. ഇവിടെ എന്ത് തന്നെയാണ്? ഷൂട്ട്
വിൻ ചെയ്യാനാണ് പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തല്ല, നോട്ട് ഈക്വലി ലൈക്വലി അല്ല. ഓക്കെ, നമ്മളൊരു പ്ലെയർ ആണെങ്കിൽ എന്തായാലും കൂടുതൽ ചാൻസ് അയാൾ ഷൂട്ട് കറക്റ്റ് ആവാനാണ്, മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ ചാൻസ് അല്ല. അപ്പോൾ ഇവിടെ എന്തല്ല, ഈക്വലി ലൈക്വലി അല്ല. തേർഡ് ക്വസ്റ്റ്യൻ, എ ട്രയൽ ഈസ് മെയ്ഡ് ടു ആൻസർ എ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് റൈറ്റ് ഓർ റോങ്. ഇതെന്താണ്, ഈക്വലി ലൈക്വലി ആണ് അല്ലേ. സോ ഇത് ഈക്വലി ലൈക്വലി. അതുപോലെ എ ബേബി ഈസ് ബോൺ, ഇറ്റ് ഈസ് എ ബോയ് ഓർ ഗേൾ, അതും നമുക്ക് എന്താണ്, ഈക്വൽ ചാൻസ് ആണ്, അതും എന്താണ്, ഈക്വലി ലൈക്വലി. അപ്പോൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ എന്തല്ല, ഈക്വലി ലൈക്വലി അല്ല. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എന്താണ്, ഈക്വലി ലൈക്വലി. Third question, why is tossing a coin considered to a fair way of deciding which team should get the ball at the beginning of a football game? എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള 2 ഔട്ട്കംസ്, ഹെഡ് ഓർ ടെയില്. ഓക്കെ, ഇത് രണ്ടിനും എന്താണ്, ഈക്വൽ ചാൻസ് ആണ്, ഹെഡിന് അല്ലെങ്കിൽ ടെയില് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ 2 ടീംസ് എന്തെങ്കിലും ഗെയിമിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോയിൻ്റെ ഓരോ സൈഡിലും ഓരോ ടീം കൊടുക്കുകയാണെങ്കിൽ രണ്ടിനും എന്താണ്, ഈക്വൽ ചാൻസ് ആണ്. അതുകൊണ്ടാണ് സാധാരണ ഈ ഒരു വേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെൻ വി toss a coin, the outcomes head and tail are equally likely. Head and tail are equally likely. So the result of an individual coin toss is completely unpredictable. ആണല്ലോ, ഇതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഹെഡ് ആണെങ്കിലും ടെയിൽ ആണെങ്കിലും എന്തായിരിക്കും, ഈക്വൽ ചാൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഈ ഒരു വേ യൂസ് ചെയ്യുന്നത്. Fourth question, which of the following cannot be the probability of an event? 2/3, -1.5, 15%, 0.7. ഓക്കെ, ആ പ്രോബബിലിറ്റിന്റെ വാല്യൂവിന്റെ പ്രത്യേകത എന്താ, 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. ഓക്കെ, 0 <= P of E <= 1. അവിടെ എല്ലാ വാല്യൂസും നോക്കുക, 0, 1 ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് അല്ലേ ചെക്ക് ചെയ്യാം. അപ്പോൾ 2/3 അല്ലെങ്കിൽ 0.66 അതെന്താണ്, 0-ന്റെയും 1-ന്റെയും ഇടയിലാണ് അല്ലേ. ദെൻ -1.5 ഇതെന്താണ്, 0-നേക്കാളും താഴെ നമ്പറാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be the probability of an event? -1.5 ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഇനി ഇവിടെ നോക്കൂ, 15%, അതിന്റെ മീനിങ് എന്താ, 15/100 അല്ലെങ്കിൽ 0.15. ഇതും തന്നെയാണ് പ്രോബബിലിറ്റിന്റെ വാല്യൂ ആയിട്ട് വരാൻ പോസിബിൾ ആയ ഒരു നമ്പറാണ്. ദെൻ 0.7 അതും തന്നെയാണ് 0-ന്റെയും 1-ന്റെയും ഇടയിലുള്ളൊരു നമ്പറാണ്. സോ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be എന്നാണ്, cannot be the probability of an event. കറക്റ്റ് ആൻസർ എന്താണ്, -1.5. Fifth question, if P of E equal to 0.05, what is the probability of not E? P of E equal to 0.05. Then probability of not E, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, എന്താണ്, P of E complement. P of E complement എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. P of E ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, P of E കോംപ്ലിമെന്റ് എന്താണ്. P of Eയും P of E കോംപ്ലിമെന്റും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഏതാ, P of E പ്ലസ് P of E കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്, 1. അപ്പോൾ ഒന്നെങ്കിൽ P of E കോംപ്ലിമെന്റ് എന്നിട്ട് P of E എത്രയാണെന്ന് ചോദിക്കാം, അതുപോലെ P of E തന്നിട്ട് P of E കോംപ്ലിമെന്റ് എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഏതാ തന്നിട്ടുള്ളത്, P of Eന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്, 0.05. So 0.05 plus P of E complement equal to 1. So P of E complement equal to 1 minus 0.05. Then what is 1 minus 0.05? Subtract the answer to 0.9. Sorry, 0.95. 0.95. So probability of not E equal to 0.95. Sixth question, a bag contains lemon flavored candies only,
Malini takes out one candy without looking into the bag. What is the probability of that she takes out? രണ്ട് question. An orange flavored candy. Second one, a lemon flavored candy. Okay. So, ബാഗിൽ എന്ത് മാത്രമാണുള്ളത്? ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡീസ് ഓൺലി. ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡീസ് ഓൺലി. ഓക്കെ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഷീ ടേക്സ് ഔട്ട് ആൻ ഓറഞ്ച് ഫ്ലേവേർഡ് candy? Okay, so probability of an orange candy, flavored candy equal to എന്തായിരിക്കും? ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി മാത്രമുള്ള ഒരു ബോക്സിൽ നിന്ന് നമ്മളൊരു ക്യാൻഡി എടുത്താൽ അത് ഓറഞ്ച് ഫ്ലേവേർഡ് ക്യാൻഡി ആവാനുള്ള ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് ഫ്ലേവേർഡ് ക്യാൻഡി കിട്ടുമോ? കിട്ടില്ലല്ലോ. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ ഈവൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി. അപ്പോൾ ഇതിൽ ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി മാത്രമാണുള്ളത്. അപ്പോൾ അതിലൊന്നും എടുത്താൽ അത് ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി ആവോ? എന്തായാലും എന്തേ വരുള്ളൂ? ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡിനെ വരുള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് ആൻ എ ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി ഈക്വൽ ടു എന്തായിരിക്കും? അത് ഷുവർ ഇവന്റ് ആണ്. അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സെവൻത് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 3 സ്റ്റുഡൻസ് the probability of 2 students not having the same birthday is 0.992. okay, probability of 2 students not having the same birthday, 2 students not having the same birthday, it is given 0.992. okay, then probability of students having this 2 students having same birthday, അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് തന്നെന്താ? 2 സ്റ്റുഡൻസ് നോട്ട് ഹാവ് ദ സെയിം ബർത്ത്ഡേ, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? നമുക്കറിയാവുന്ന കാര്യം എന്താ? പി ഓഫ് ഇയും അതിൻ്റെ ഓപ്പോസിറ്റ് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റും ആഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.992. എന്നിട്ട് ഈ പി 2 സ്റ്റുഡൻസിന് സെയിം ബർത്ത്ഡേ ആവാനുള്ള പോസിബിലിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യുക? ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. സോ പി ഓഫ് ഇ ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് 0.992. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് എന്തായിരിക്കും? 0.008. ഓക്കെ, അപ്പോൾ 2 സ്റ്റുഡൻസിന് സെയിം ബർത്ത്ഡേ ആവാനുള്ള വാല്യൂ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് എത്രയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ളത്? 0.992. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മൈനസ് 0.992 ചെയ്താൽ എന്ത് കിട്ടും? 0.008 എന്ന വാല്യൂ കിട്ടും. 8th question, a bag contains 5 red marbles, 5 red marbles, 8 white marbles, 8 white marbles, and 4 green marbles, and 4 green marbles. ഇവിടെ ടോട്ടൽ എത്ര മാർബിൾസ് ഉണ്ട്? ടോട്ടൽ 5 + 8 13, 13 + 4 = 17 മാർബിൾസ് ഉണ്ട്. ഓക്കെ, then taken out of the box at one marble is taken out of the box at random. What is the probability that the marble taken out will be? First one, red. Okay, so probability of getting red marble, probability of getting red marble എന്തായിരിക്കും? റെഡ് മാർബിൾ കിട്ടാനുള്ള ചാൻസ് ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ ഇതിൽ എത്ര റെഡ് മാർബിൾസ് ഉണ്ട്? 5 ഡിവൈഡ് ബൈ ടോട്ടൽ ഇവിടെ എത്ര ഉള്ളത്? 17. സോ 5/17 ആണ് റെഡ് മാർബിൾ കിട്ടാനുള്ള ചാൻസ്. ഓക്കെ, ഇതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണാലോ. വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് മാർബിൾ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് മാർബിൾ. അപ്പോൾ എത്ര വൈറ്റ് മാർബിൾസ് ഉണ്ട്? 8, 8/17. അതാണ് വൈറ്റ് മാർബിൾ കിട്ടാനുള്ള ചാൻസ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ഗ്രീൻ മാർബിൾ. നോട്ട് എ ഗ്രീൻ മാർബിൾ.
അപ്പോൾ ക്വസ്റ്റ്യൻ ഈ പാറ്റേൺ അങ്ങനെ പോയിട്ട് അതായത് ഗ്രീൻ മാർബിൾ കിട്ടാനുള്ള ചാൻസ് എഴുതരുത്. ഇവിടെ എന്താണ് നോട്ട് എ ഗ്രീൻ മാർബിൾ. അപ്പോൾ ഗ്രീൻ മാർബിൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ്, അപ്പോൾ ഗ്രീൻ അല്ലാത്ത ഏതും ഫേവറബിൾ ഔട്ട്കം ആണ്. ഗ്രീൻ മാർബിൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഗ്രീൻ അല്ലാത്ത മാർബിൾസിന്റെ എണ്ണം നോട്ട് എ ഗ്രീൻ മാർബിൾ ആണ്. അപ്പോൾ ഗ്രീൻ അല്ലാത്ത മാർബിൾസിന്റെ എണ്ണം എത്രയാണ്? 8 + 5 = 13. ഈ 13 ആണ് ഇവിടെ ഫേവറബിൾ ഐറ്റംസ്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 17. സോ probability of not a green marble equal to 13/17. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.